നല്ല കളിയാണ്, നല്ല കളി. അവന്മാര് മറ്റേ വാറിലൊക്കെ കുത്തുന്ന പോലെ കുത്തിയെന്ന് നൈസായിട്ട് കളിച്ചു. അൾട്രോ അടിപൊളിയായിട്ട് കളിച്ചു. വർക്കിച്ച് എല്ലാരും അടിപൊളിയായിട്ട് കളിച്ചു. അല്ല, നീ ലാസ്റ്റ് ഒരു അഗ്രഷൻ കുത്തിയില്ലേ, അത് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടർഫായിരുന്നു കേട്ടോ. ഇവര് പക്ക പ്ലാൻ ചെയ്തിട്ടാ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നവര് കളിച്ചില്ലേ, ഇതേപോലത്തെ ഒരു കുത്താണ് നാളെ പ്രതീക്ഷിക്കുന്നത്. ഇത് കുത്താതെ എന്തായാലും ഉറപ്പായിരുന്നു. കാരണം ഇവരെങ്ങനെ മറ്റേ ഇവര് മൊത്തത്തിൽ അങ്ങനെ കളിക്കുന്നവരാണ്. ഈ ജാക്ക് പാറ്റോ ഇല്ലേ, ജാക്ക് പാറ്റോ പിന്നെ വേറെ ആകാശോ, ഇവനെ രണ്ടിനെയും വർക്കിച്ചനെ അടിച്ച് പഴിപ്പിച്ചു. അവന്മാര് മൊത്തം മതിലെ വന്ന് ചാരിക്കും. ചാരി ഇന്ന് ഒരുത്തനെ ഞാൻ ആ ചാരി ഇരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അടിച്ചിട്ടുണ്ട്. ആ ചാരി നിന്നപ്പോഴാണ് അൾട്രോം വന്ന് കയറി അടിച്ചിട്ട് പോയത്. അൾട്രോം വന്ന് ഹിറ്റ്മാൻ കവർ ചെയ്തു. പിന്നെ അവരെന്തോ പാട്ട് പാടിയായിരുന്നു വർക്കിച്ച. വാറടിക്കുന്നവരാണോ അപ്പൊ ടർഫ് കളിക്കാൻ വന്നത്? ഇവരാരെന്നറിയാമോ? വാമ്പയർ അറിയാമോ? പണ്ടത്തെ നമ്മളായിട്ട് ഒരു വാറൊക്കെ ഉണ്ടായിരുന്നു. വാമ്പയർ തമിഴാണോ? തമിഴ് ടീം. ഇവര് ആക്ച്വലി ഇവിടെ ഉള്ളവനെ കേറി എടുക്കാനും നോക്കിയല്ലേ വർക്കിച്ചനെ. കവർ ഫയർ വരും മറ്റേ മൊയ്തീന്റെ, അത് നൈസാണ്. ഷാഡോയ്ക്ക് നല്ല ടാഗ് ലിറ്ററലി നല്ലൊരു ട്രേഡാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ അവരെ ആ മൂലക്ക് ട്രാപ്പ് ആക്കി വിട്ടു. അവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. ബാക്കിലോട്ട് പുഷ് ചെയ്ത് 4 പേര് ഈ ഒരു ആംഗിളിൽ നിന്ന് ഫയർ ചെയ്തുകൊണ്ട് ഫയർ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നല്ലൊരു ട്രേഡ് വർക്കിച്ചിന് മേളിൽ നിന്ന് നല്ല സ്പാം കൊടുക്കുന്നുണ്ട്. വർക്കിച്ച് തിരിച്ച് സ്പാം ചെയ്യുന്നുണ്ട്. ഇവരിന്റെ മടക്കി കയറാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. മുഹമ്മദ് മേളിൽ നിന്ന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട് റാഫേലിന്. ആഷ് BTW നോക്കി കളിച്ചില്ലെങ്കിൽ തറയിൽ വീഴാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. നല്ലൊരു സ്പ്രേ ആണ്. ടൈറ്റ് ആയെന്ന് വിചാരിച്ചു. അവരപ്പുറത്ത് ബിൽഡിംഗ് കയറിയില്ലേ, പിന്നെ അവര് തന്നെ ഇവിടെ പെട്ടെന്നൊക്കെ പുഷ് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടന്നില്ലായിരുന്നു. നമ്മളെ ഞാൻ ഇവരെല്ലാം കണ്ട് പതിയെ നോക്കി നോക്കി അടിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് വന്ന് വണ്ടി അൾട്രോ 3 കുത്ത് അല്ല, ഇനി ഒരു കുത്ത് അൾട്രോ കുത്ത്. അത് നൈസാണ്. ആവശ്യമാണ് അല്ലെന്നുണ്ടെങ്കിൽ ലൗഡാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഇങ്ങോട്ടോട് വണ്ടി എടുത്തപ്പോ നമ്മുടെ സൈഡിൽ നിന്ന് 3 പേരെ പുഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയായിരുന്നു. ഷെയ്ക്ക് ഡ്രൈവിംഗ് സീറ്റ് ബൈഫൂട്ടാണ് അവർ വന്നോണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുവാണ്, ഇവിടെ വീണ്ടും റോട്ടിലുണ്ടായിരുന്നു ആ സൈഡിൽ. ഈ ലെഫ്റ്റ് സൈഡിലൂടെ ഉണ്ടായിരുന്നല്ലേ? വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഈ സമയത്ത് അടി കൊണ്ട് ഓടിയിട്ടുണ്ട്. ചാരി നിൽക്കും. അവൻ ചാരിത് കറക്റ്റ്, പക്ഷെ അവന്റെ ഹെഡ് മേളിലായിരുന്നു. അതിന്റെ മേളിൽ പോയിട്ടുണ്ട്. എല്ലാ ആംഗിളിൽ നിന്ന് സ്പ്രേ ചെയ്യാണ് അവരെ. അവർക്ക് ഡ്രാഗൺ ഇപ്പൊ സ്പോട്ട് ചെയ്ത് ബാക്കിൽ നിന്ന് അടിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഹിറ്റ്മാൻ ഈ ഒരു ആംഗിളിലോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ആംഗിൾ കവർ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്മാൻ ഇവിടുന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകാശ് ജോഡക്സിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് തോന്നുന്നു. ആകാശ് ജോഡക്സ് ഇപ്പോൾ ഡൗൺ ആവുന്നത് ശരിക്കും ഭയങ്കരമായിട്ട് കോർണർ ചെയ്തല്ലേ അവര് എല്ലാ ആംഗിളിൽ എന്തുകൊണ്ട് തിരിയാതരാവില്ല?
ശ്രദ്ധിക്കുന്നില്ല ഓ എടാ ഇങ്ങനെ എന്റെ POV കാണണം. ഇതിന് സ്ഥലം വേണ്ട, വെടിയൊക്കെയുള്ള ഒരു ബുള്ളറ്റൊക്കെയുള്ള സ്ഥലം വേണ്ട. ഇവിടെ ഹിറ്റുവിന്റെ കവറും ഉണ്ട്. ഇവിടെ left side ൽ. അവരെല്ലാരും അടിച്ചിട്ട് മേലെ നിന്ന് അടിക്കുന്നുണ്ട്. KPIW ഇവിടെ കേറാൻ സമ്മതിച്ചില്ല. ഡ്രാഗൺ ആണ് ഇവിടെ കേറാൻ സമ്മതിക്കുന്നത്. അവിടെ തളപതി ഉണ്ടല്ലേ നൈസ് കളിയായിരുന്നു. നൈസ്, അതായത് അവര് ലോക്കായി അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടക്കുക. നല്ലൊരു പൊസിഷൻ അവര് ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് KV ജാക്ക് പാറ്റോണിനെ അടുത്ത എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാർലോ അവിടെ പിക്ക് എടുത്തിരിക്കുന്നു. ഡ്രാഗണിന് വീണ്ടും ഒരു പിക്ക്. മൊയില് വേണം കേട്ടോ ചേച്ചിനെ കൊന്ന്. അല്ല വേറൊരു കാര്യം, നമുക്ക് തന്നെ ഹെൽത്ത് കുറഞ്ഞതേ. പറയട്ടെ, ഇപ്പൊ സ്പൈഡ് ഓടുന്ന സ്ഥലത്തില്ലേ നമ്മളങ്ങ് പുഷ് ചെയ്ത് കയറണമായിരുന്നു സത്യത്തിൽ. അവിടെ ലോക്കായി പോയി, ബോഡി ബ്ലോക്ക് ആയ ചത്ത്. ഞാൻ മനസ്സിലാക്കാൻ എന്റെ വ്യൂ മനസ്സിലാക്കാം. അത് അവിടെ നമുക്കിന് തന്നെ സ്ഥലം കിട്ടുന്നില്ല അതില്. അതാണ് വേറൊരു കാര്യം എയിം ചെയ്യാൻ പറ്റില്ല അവിടുന്ന്. എയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കാം. എന്റെ പിന്നെ മറ്റേ ഫ്രീ എയിമിൽ അടിക്കണം. ഫ്രീം തീരും പറ്റില്ലടാ, നിന്നിട്ട് അടിക്കാൻ പറ്റുള്ളൂ, മൂവ്മെന്റ് ഇടാൻ പറ്റില്ല അവിടെ. പക്ഷെ ഒരു നല്ല ടർഫായിരുന്നല്ലേ കൊറേ നാക്ക് വെച്ച്. അത് നമ്മളെ പ്ലാന് 9:56 57 എന്തോ പ്ലാൻ ചെയ്തേ. ആരും BC പോലും വരാറില്ല ടർഫില്. ഇത് കാണണ്ടോ? കണ്ടോ? ലൈവ് ഉണ്ടോ? ഇത് കാണണ്ടോ? കണ്ടോ? കാണാം കാണാം. ലോല കളിക്കുന്നോ ഞാനോ? അടിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഞാൻ പിന്നെ വേറൊരു കാര്യം, അടിക്കടാ അവിടെ ബ്ലോക്ക് ആയി കേറി. തീർന്നോ? വന്നില്ലേലുള്ളൂ. തളപതി അപ്പോഴും ഇവിടെ അതിന്റെ മേലിലാണോ? പെരപ്പുറത്താന്ന് തോന്നുന്നു. അല്ല ഞാൻ ഇറങ്ങി വന്നു. ഞാൻ ഹിറ്റിനോട് ചോദിച്ചു ഇറങ്ങി, ഞാൻ കൂടെ മൊയ്തീനോട് വരട്ടെ ചോദിച്ചപ്പോ വേണ്ട അവിടെ ഹോൾഡ് ചെയ്തോന്ന് പറഞ്ഞു. അവിടെ ഉള്ള നല്ല മോദിനെ പറ്റുമല്ലോ. വേറെ ആരുള്ളത്? വേറെ എല്ലാരും കാണിച്ചോ? വർക്കിച്ചിന്റെ വേണമെങ്കിൽ ഇതെന്തുവാടാ അത് വെയിലത്ത് കിടക്കുന്നു? നീ എന്ത് വിട്ട? ഞാൻ വിചാരിച്ചു മൊയ്തീൻ ഊപ്പിക്കുമെന്ന് ആദ്യം കത്തിയത് കണ്ടപ്പോഴേ. ഇതെന്താ ഒരു സൗണ്ട്? ഫാന്റെ മുട്ടിലാണോടാ മൊയ്തീൻ ഇരിക്കുന്നത്? എന്ത് വെട്ടമാ ഇത്? എനിക്ക് കണ്ണ് കാണൂല. ഇത് ക്രോസ് ഹെയറും കാണൂലല്ലോ. വെള്ള ക്രോസ് ഹെയറല്ലേ? ഒരു ഉണ്ട പോലെ സാധനം എവിടെ? എനിക്ക് കാണാനില്ല, എനിക്ക് ക്രോസ് ഹെയർ കാണാനില്ല ശരിക്കും. തളപതി നിന്റെ ഫ്രണ്ട്സ് ആണോ അപ്പുറത്തുള്ള? വെള്ള ക്രോസ് ഹെയറാ. വെള്ള കാണാൻ പറ്റൂ. എനിമീസ് അല്ലല്ലേ? എമാറായിട്ട് അടിയായതാ യുവില് അടിച്ച് കൈ കൊണ്ട് അടിച്ചതാ എമാറിന്റെ വാറില്. നോക്കും ഇവിടെ മൊത്തം ആൾക്കാര് വിഷയം പോകുമ്പോ. മൊയ്തീൻ എവിടെ പോകുന്നു? പക്ഷെ അത് നിനക്ക് ഡ്രാഗൺ നല്ല കവർ വന്നിട്ടുണ്ടോ? ഡ്രാഗൺ ഈ ലെഫ്റ്റ് സൈഡിലുണ്ടോ? ഡ്രാഗണിലെ അമ്മ കേറിയാൻ ഇപ്പുറത്ത് കവർ ചെയ്തോണ്ടിരിക്കുന്നത് കവർ ചെയ്യാൻ. ഞാൻ എന്റെ POVയില് നീ അപ്പുറത്തെ സൈഡിൽ നിക്കുക, ഷെയ്ഖിന്റെ അടുത്തുനിന്ന് എന്റെ മൈൻഡിലുള്ള. ഞാൻ അതാ പുഷ് ചെയ്യാൻ പറയുന്നത് അവിടെ. നൈസ് നൈസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ ടർഫിൽ ആരും ഒന്നും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. സ്വന്തം ഇതിലെ കളിച്ചേക്കുന്നത്. എന്താ നമ്മളിപ്പോ ഇതൊന്നും ഇല്ല ജോണിയമ്മ, ഇപ്പൊ പ്രാക്ടീസ് ഒന്നും ഇല്ല. അവര് മൾട്ടിപ്പിൾ വണ്ടി കുത്തിയപ്പോ നാളെ മുതൽ നമ്മള് കളിച്ച പൊസിഷനൊക്കെ ഇല്ലേ, അത് വെച്ചിട്ടായിരിക്കും അവര് വരുന്നത്. അത് വരട്ടെ. അല്ല എന്നാലും ഞാൻ നേരത്തെ കത്തിയെന്താണോ, ഇവിടെ വോൾട്ടേജ് ഇല്ല, ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിട്ട് ഇൻവേർട്ടറിലാണ് കളിച്ച്. സ്റ്റാർട്ടിങ് തൊട്ട് പ്ലേ ആവുന്നു. ഇതെന്താ സംഭവം? ഫുഡ് കഴിച്ചിട്ടാ എന്നിട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെയെന്നുണ്ടെങ്കിൽ VNVയുടെ സിറ്റുവേഷൻ നമുക്ക് ഇന്നൊക്കെ തന്നെ ആകാം.
നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇതെന്താ ഇത് തന്നെ അങ്ങോട്ട് പോണേ? സിറ്റുവേഷൻ ആണ്. TVM അത് മെർസി പ്രോസസ് ആയിട്ടുണ്ടാവില്ല ഇതാർക്കെല്ലാം അറിയാം? പ്രോസസിങ് ഇല്ല 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 മെർസി ഉണ്ടോ? പ്രോസസ്സിങ്ങിലാണോ? പ്രോസസിംഗ് ആയിരിക്കും. ഡാഷ്ബോർഡ് പ്രോസസ്സിംഗ് ബാക്ക് അടിക്കാൻ പറ്റൂല. എനിക്കൊരു പിക്ക് ഉണ്ട്, ഞാൻ അത് അല്ല അത് കാണിച്ചു. ഒരു അൺലിസ്റ്റ് ആക്കിയിട്ട് ഇവർക്ക് ആർക്കെങ്കിലും ഇട്ട് 10 കൊടുക്കും. മിനിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് നോക്കിയാൽ മതി. കുഴപ്പമില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ അത് അപ്ലോഡ് ആകത്തുണ്ട്. നോക്കിയാ പ്രോസസിംഗ് കണ്ടോ? നോക്കിയാ. പ്രോസസിംഗ് ഉണ്ട്. പ്രോസസിംഗ് വിൽ ബിഗിൻ വിത്തിൻ 24 hours. പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് നോക്കിയാൽ അടുത്താരാ? ഷെയ്ക്കേ. ഞാൻ കാണിച്ചതാ. എനിക്ക് ഒറ്റ പിക്കുള്ളൂ, എന്നാ കണ്ടോളൂ. എന്റെ ഫിസിക്കൽ പേവിയാ. ഇറ്റ് ഫുൾ സ്ക്രീൻ ഒറ്റ പിക്കുകളെല്ലാം സൈഡിൽ നിന്ന് പാവങ്ങളെല്ലാം പ്രഷർ ചെയ്തില്ലടാ. TV മാച്ച് മയില്. കാണാം. എടാ അവർക്ക് എന്തൊക്കെ മാച്ച് ഇല്ല, എന്തൊക്കെ അവർക്ക് ഉണ്ട്? മാച്ച് ഇല്ല. ഒരു മാച്ച് മാറ്റി വെച്ചു ഏത് വെച്ച് ടിവിയുടെ. ഇവിടെ പുഷ് ചെയ്യുന്ന ആത് കാണിച്ചു അവര് വണ്ടി എടുക്കുമ്പോ. ഒരു വണ്ടി എടുക്കുമ്പോഴല്ലേ ഉം. ആ പിക്ക് കണ്ടാ? ആ പോച്ചിന്റെ വണ്ടി എടുക്കണ കണ്ടോ ഞാൻ ഓടും. ഇതാണ് ഓടല്ലേ? അതാ ഓടി. ഒരുത്തൻ വെട്ടത്തിന്റെ ആളാണെങ്കിൽ ഒരുത്തൻ അവ എന്നിട്ട് ഇരുട്ടിന്റെ ഇറങ്ങിയിട്ടാ അവിടെ കണ്ടോ? വെയിറ്റ്. വാ കാറിലായിട്ട് തിരിച്ചു വാ. അല്ല ഇറ്റ് പറഞ്ഞ പോസ്റ്റ് എടുത്ത് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നു. പിന്നെ തിരിച്ചു പോയിട്ടാ. വാ പുഷി. അവരിവിടെ വണ്ടിയിട്ട് കയറാൻ നോക്കിയോ? അല്ല ആ വണ്ടിയുടെ ബാക്കിൽ എടുത്തിനെ കണ്ടായിരുന്നു. ഡിങ് കൊടുത്തു. പിന്നെ വണ്ടിയുടെ ബാക്കിൽ നമുക്ക് കിട്ടൂല. അവര് എത്ര പോയിന്റ് പോയിരുന്നറിയാവോ? ഞാൻ പിന്നെ ഇവിടെ നോക്കി 9 പേരുണ്ട്. അപ്പൊ പിന്നെ രണ്ടാണെന്ന് പോയില്ല. തോന്നുന്നു. 52,000 ഐ മീൻ 5200 മണിക്കൂറാ ഇനി അവരെന്ത് ചെയ്യും? ഇനി ടർഫില്ല അവർക്ക് വിളിക്കാൻ. 2 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത ഭയങ്കര turf. പാടല്ലേ ടർഫ് കളിക്കാന്. പിന്നെ Nice ടാ. ഇത് എന്റെ അത് തന്നെയാണ് എന്റെ ഇത്. ഞാനത് മാറ്റി, അത് ശരിയാവില്ല. മെയിൻ സെർവറിൽ വേണല്ലേ? എടാ നാളെ എല്ലാരും ഒരു അതന്നെ ഇറങ്ങി ഓടി. പിന്നെ 9 മണിയൊക്കെ നമുക്ക് വെറൈറ്റിക്ക് ഈ വഴി അങ്ങ് പോയതാ. രാവിലെ അല്ല, രാത്രി. കളി തീർന്നു. എണീക്കുമ്പോ ഇതാവല്ലേ? അല്ലല്ല നമുക്ക് നേരത്തെ കഴിക്കാം. ഞാൻ വെറുതെ ഏറ്റവും അത് നേരത്തെ നമ്മൾ അവസാനം മുണ്ട് നോക്കുന്ന ടീം അതറിയാമല്ലോ. 9 മണി പറഞ്ഞാലും 9:30 കഴിയും. അതാ ഏറ്റവും 9 മണിയൊക്കെ എല്ലാരും സ്ട്രീം വരുന്നതിന് മുന്നേറ്റ് വരാവും നല്ലത്. നമുക്ക് 7 മണിക്ക്. കേൾക്കുന്നുണ്ടോ? കേക്കാം. ചൂടാണ് വീഡിയോ അതാണ് സ്റ്റിൽ പ്രശ്നം. ആ പ്രോസസിംഗ്. ഞാൻ ഇത് പ്രൈവറ്റ് സ്ട്രീം. പ്രോസസിംഗ് എന്ന് പറഞ്ഞ ഇത് കണ്ടിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് എന്തുവാടാ ഇത്? നീ അവരുടെ നിർഗന്ധല നോക്കി നേരെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബൈ. ഞാൻ അന്ന് സിറ്റി കയറാൻ പോകും ഇവന്റെയും കൂടെ കണ്ടിട്ട്. നിങ്ങൾ കയറുന്നില്ലേ സിറ്റിയില്? ഇവന്റ് ഏതാണ്ടെന്ന് പറയുന്നു. ഫെലിയുടെ എന്തോ പ്രോസസ് ആവട്ടെ എന്നിട്ട് കാണാം. എന്തായാലും കോണ്ടാക്ട് വരുമായിരിക്കുമല്ലോ. ഷെയ്ക്കിനും ആരായിരുന്നല്ലേ? പക്ഷെ അവര് ഹീൽ ചെയ്യാൻ വേണ്ടി മറ്റേ അല്ല ഞാൻ ഇവര് പുഷ് അതെ, ചെയ്തപ്പോൾ അവര് ചാരി ഒരു വന്നു നിമിഷം അതിലേക്ക്. വിചാരിച്ച ഷെയ്ക്കിനെ എടുത്തോ വിചാരിച്ചു. ഇവര് എല്ലാരും കൂടെ കയറിയിട്ട് പക്ഷെ അവർക്ക് ട്രൈ ചെയ്യാറുന്നില്ലേ? പക്ഷെ അവര് അവർക്ക് ചെയ്തില്ല. കേറാൻ പറ്റിയില്ല. കേറാൻ പറയാ. അല്ല കേറാൻ പറ്റിയില്ല അവർക്ക് ആ സൈഡിൽ കൂടി. കേറാൻ പറ്റിയില്ല. എനിക്ക് മതി. ഇതൊരുത്തൻ ചാവനെ അടിച്ചിട്ട് ഞാൻ ഇതിന്റെ ബുള്ളറ്റ് അതിന്റെ ഇടയിൽ എനിക്ക് മൊയല് കാണിച്ചു കണ്ടായിരുന്നു ടർഫ് തുടങ്ങുന്ന സമയത്ത് എന്തോ ചെയ്തിട്ട് റോള് അവന്റെ വണ്ടി റോള് പോയി. കളഞ്ഞു. എടാ ഈ മോജിയുടെ പ്രശ്നം എന്താണ്? ഹെൽത്ത് ബാർ കാണില്ല കില്ലിട്ടുമ്പോ. അമ്മേ. ഇല്ല. ആ ലാസ്റ്റ് അറിയില്ലേ, ഞാൻ പേടിച്ചു ഓ ആ ചാടി വന്നത് എന്റെ കൈയോട് ചാവലല്ലടാ. ഇന്ന് ബാക്കിൽ തള്ളിക്കൊണ്ടോന്. പള്ളിക്കൊണ്ട് ഫ്രണ്ടിക്ക് സ്ഥലം വേണ്ട അതിന്റെ ഉള്ളിൽ. ആ അവിടെ സ്ഥലമില്ലേ നിൽക്കാനും അണ്ടർസ്റ്റാൻഡബിൾ. ഇതല്ലേ കൊറേ വട്ടം ടീഫർട്ട് ചാവും. ആ. കിട്ടിയില്ലടാനെ ആ കക്കാശി വീശിയിലുണ്ടോ? കക്കാശി ആ എന്ത് പറ്റി അവിടെ? സീനില്ല അത് കുഴപ്പമൊന്നുമില്ല, അത് ഇതായിരുന്നില്ല ബാക്കിൽ നിന്ന് ഒരു കവർ അപ്പൊ അതിന്റെ ട്രേഡ് എടുത്തില്ലേ അതുകൊണ്ട് സീനില്ല. അവര് ബാക്കിൽ നിന്ന് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒറ്റക്കുള്ളല്ലോ അത്. അൾട്ടോ അത് പ്ലേ ആവുന്ന നോക്കിയാൽ പക്ഷെ നീ ടിങ്കു കൊടുത്തു തോന്നുന്നു. ബഗ് മറ്റേതാ എനിക്ക് ടെലിപ്പോർട്ടായോ? റെക്കോർഡ് ചെയ്താൽ മതിയായിരുന്നു. റെക്കോർഡ് ചെയ്തിട്ടില്ലേ? അല്ല ഞാൻ പ്രൈവറ്റ് ആയി വിട്ടു. പ്രോസസിംഗ്
24 hours എന്തിനാ ക്ലോസ് ചെയ്തെന്നാ? അത് കാണിച്ചിട്ട് ക്ലോസ് ചെയ്താ പോരുന്നില്ല ലൈവ്. കാണാം കാണാം. വേണം. ലെഫ്റ്റ് ആംഗിളോ അല്ലേ സീനൊന്നുമില്ല. കൊയ്യ ആംഗിളല്ലേ? ഇവിടെ ഓ നീ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോടാ. അതെ അത് ഇവിടാണോ refresh എത്ത്? അടിച്ചാ. അല്ലല്ല റീഫ്രഷ് അടിച്ച refresh അടിച്ചാ. സീനില്ല. GG. ഡ്രാഗന്റെ POV ചോദിക്കുക. എന്താ ചെയ്യാ? കക്കുതയിലാദ്യം വീണോണ്ട് അടുത്ത 5 കേട്ടെ. സൈലന്റ് ഫോർ നെക്സ്റ്റ് ടർഫ് 5 പിക്ക്. അക്കാശക്ക് അവനെ കൊണ്ട് പറ്റുന്ന ചെയ്താ ഓൾറെഡി. അവനെ അതെ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലെയറാ. എടാ ഒരുത്ത ഇറ്റുണ്ട് ചാറ്റ് പറയാ എന്താ ഡ്രാഗൺ ഒക്കെ എടാ നമ്മള് ഇവരൊന്നും കാണുന്നില്ല. അല്ല അങ്ങനല്ല ഈ കക്കാശിനെ റാഗ കുറിച്ച് ഒരുത്ത ഇറ്റുന്റെ ചാറ്റ് പറയാ ലിയോ VC-ലോന്ന്. അതെന്താ ഞാനിവിടെ ലിയോനെ തട്ടിയ മൊത്തത്തില് എന്നെ ഉപേക്ഷിച്ചേട്ടാ എല്ലാരും കൂടി. കാണുന്നുണ്ടടാ. കാണാം. പ്ലേ ആവുന്നുണ്ട്. എനിക്ക് മൊബൈലിൽ പ്ലേ ആവുന്നുണ്ട്, PC-യിൽ ഓണാവുന്നില്ല. മൊബൈലിൽ പ്ലേ ആവുന്നുണ്ടാ? ഞാനിവിടെ play റിക്വസ്റ്റ് അടിച്ചതാ. ആവുന്നുണ്ടല്ലോ. അതാ എനിക്ക് ടൈമിങ് കിട്ടി. ഞാൻ ഇവിടെ ഒരു മുമ്പ് നീ മൊബൈലിൽ കയറി കാണിക്ക്. കാണിക്കട്ടെ. 300 FPS ലോക്കാണോ ഡ്രാഗന്റെ? ഞാൻ 200 ലോക്ക് ആക്കി ഇട്ടുക. ഇത് ഇവിടുത്തെ റീക്കോയിൽ ഡിഫറെന്റ് രണ്ടുപേരും കൊടുത്തല്ലേ ടാഗ് അവന്? കൊടുത്ത് ഞാൻ വിചാരിച്ച വീണിട്ടില്ല. ഞാൻ വീണേ അറിഞ്ഞിട്ടില്ല. മൊയ്തീനല്ല അടിച്ചില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിച്ചല്ല പറഞ്ഞു. കവർ നിനക്ക് പ്ലേ ആയോ അൾട്രോണ? എനിക്ക് പ്ലേ ആയില്ലല്ലോ. എനിക്ക് പ്ലേ നീ കാണിക്കും. അടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത പ്ലേ ആണ്. ആടിയിട്ടുണ്ട് അവരൊക്കെ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവന്മാര് താഴോട്ട് നോക്കി വെടിവെക്കുന്ന നോക്ക്. അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 3 പേര് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഗെയിം ഒക്കെ ഉള്ളൂ. മറ്റേ ഹോവർ ചെയ്ത് നോക്ക്. ടൈം സ്റ്റാമ്പ് പറഞ്ഞു. ഞാൻ മൊബൈലിൽ ഓഹോ ഡ്രാഗൺ ഭാര്യയല്ലേ? ഇല്ലാണ്ടായോ അവിടെ? 200 അനങ്ങുന്നില്ലല്ലോ. അതാ പറഞ്ഞ് ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. കണ്ണു വിടുന്ന ആൾക്കാര് FPS ഓടിയ. ഇല്ല ലോക്ക് ചെയ്ത് ഞാൻ മൊബൈലിൽ ഒന്ന് കാണിച്ചു. അവന്റെ മൊബൈലിൽ പ്ലേ ആയി, എന്റെ മൊബൈലിൽ പ്ലേ ആവണില്ല. ഇവ ഇനി മൊബൈലിൽ കയറി വേറെ എന്തെങ്കിലും കാണിക്കുമോ? ടെൻഷൻ ആവുക. ഇയാളെ പ്രോസസ്സിംഗ് തീരത്തില്ലോ ഈ വർക്ക്. എന്താ എനിക്കറിഞ്ഞൂടാ. എന്റെ അകത്തൊന്നും പ്ലേ ആവണല്ലോ, അവന്റെ അകത്ത് പ്ലേ ആയി. എന്താ കാണിക്കാൻ പോകുന്നേ? നിന്റെ അകത്ത് പ്ലേ ആയില്ലേ? അൾട്രോണ്ട് കാണണം. ബാക്കില് ഫ്രണ്ടിലോട്ടോ താഴോട്ട് നോക്കി അടിക്കുന്ന നോക്കിയാ മതി. ഒന്നുമില്ല. എടാ ഇത് ടർഫ് തുടങ്ങുന്ന വരെയുള്ള എനിക്ക് ഞാൻ PC കാണിച്ചോളാം. കുഴപ്പമില്ല. അല്ല വേണ്ട കാണിച്ചോ വരുന്നില്ല. ഇന്റർനെറ്റ് കണക്ഷൻ അവിടെ പ്രോസസ് ആവുന്നുള്ളായിരിക്കും. മണ്ടനെ കൊണ്ട് കാര്യം പറഞ്ഞ അപ്പൊ അത് ഗാലറി കാണിച്ചു. നാളെ കാണിക്കാം. പ്രോസസിംഗ് ഗാലറിയാ. അപ്പൊ